വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 15 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും ഫലം നൽകുക സാധ്യമല്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോകുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക, ഒരു മുന്തിരിച്ചെടിയുടെ ശാഖ കായ്ത്തണ്ടിനോട് ചേർന്ന് വസിക്കുന്നത് പോലെ നാമും ക്രിസ്തുവുമായി ഒന്നു ചേർന്ന് വസിക്കുവാനാണ്. ദൈവത്തോടൊപ്പമുള്ള വാസം, അവിടത്തോടൊപ്പമുള്ള സഹവാസം, അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നും ഐശ്വര്യവും ആശ്വാസവും ഏറ്റവും അഭികാമ്യവും. വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ കുമ്പസാരം എന്ന കൃതിയിൽ പറയുന്നു, ചിരപുരാതനമായ സൗന്ദര്യമേ, നൂതനമായ സൗന്ദര്യമേ, എത്രയോ വൈകി നിന്നെ അറിയുവാൻ. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം എഴുതുന്നു, മനുഷ്യഹൃദയം ദൈവത്തിങ്കലായിരിക്കുന്നത് വരെ അസ്വസ്ഥമാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥതകൾ, അതിൻ്റെ യഥാർത്ഥ കാരണം നമ്മെ നയിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ദൈവവുമായി അകന്ന് ജീവിക്കുന്നത് കൊണ്ടാകാം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഉണങ്ങി വരണ്ട അസ്ഥികളെ പറ്റിയുള്ള വിവരണമുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനതയുടെ പ്രതീകമാണ്. ഉണങ്ങി വരണ്ട അസ്ഥികൂനയുടെ മുൻപിൽ പ്രവാചകനെ നിർത്തിയിട്ട് പറയുന്നു, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായുക്കളിൽ നിന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവനുണ്ടാകട്ടെ. പലപ്പോഴും ആത്മാവിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുമ്പോൾ നാമും ഉണങ്ങി വരണ്ട അസ്ഥികളെ പോലെ മാറിപ്പോകും. നമ്മുടെയും ജീവിതം ജീവിതവ്യമല്ലാത്ത വിധത്തിൽ ഉണങ്ങി വരണ്ടു പോകും. എസെക്കിയേൽ ദൈവമായ കർത്താവ് അരുൾ ചെയ്തതുപോലെ ഈ ഉണങ്ങി വരണ്ട അസ്ഥികളുടെ മുൻപിൽ നിന്ന് പ്രവചിക്കാൻ തുടങ്ങുന്നു. അവയിലേക്ക് ആത്മാവിൻ്റെ നവ്യമായ ചൈതന്യം കടന്നു വരുമ്പോൾ അവ ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് എസെക്കിയേലിൻ്റെ
പ്രവാചകന്റെ പുസ്തകം 37 നാം വായിക്കുന്നു. നമുക്കും നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ഉണങ്ങി വരേണ്ട ഒരു അവസ്ഥ, ജീവിതത്തിൻ്റെ ഉള്ളിൽ തന്നെ, നമ്മിൽ തന്നെ ആ ജീവിതം ആസ്വദിക്കാനാവാത്ത അവസ്ഥ, സന്തോഷവും സമാധാനവും അനുഭവിക്കാത്ത അവസ്ഥ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക, ഉണങ്ങി വരേണ്ട അസ്ഥികളെപ്പോലെ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോകുമ്പോൾ ഒരുപക്ഷെ ആത്മാവിൻ്റെ സജീവ സാന്നിധ്യം, അവിടുത്തെ ജീവദായകമായ സാന്നിധ്യം ഇല്ലാതാകുമ്പോഴാകാം. സങ്കീർത്തനം 51 നാം സങ്കീർത്തകനോടൊപ്പം ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. സങ്കീർത്തകൻ്റെ പ്രാർത്ഥന ഇതാണ്: ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ഇതുതന്നെയാകണം നമ്മുടെയും അനുദിന ജീവിതത്തിലെ പ്രാർത്ഥന. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. കാരണം അങ്ങനെയുള്ള ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ കൃപാവര സമൃദ്ധി അനുഭവവേദ്യമാകുക. അങ്ങനെയുള്ള ജീവിതങ്ങളിലാണ് ദൈവം ജീവൻ നിറച്ച് നൽകുക. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ്. ഈ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നാം കടന്നു വരണമെങ്കിൽ നിർമ്മലമായ ഹൃദയം, നിഷ്കളങ്കമായ ഒരു ജീവിതം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ജോയൽ പ്രവാചകൻ നമ്മെ ക്ഷണിക്കുക: വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ എന്ന്. അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കുവാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇത് വായിച്ചു കേൾക്കുന്നു. ദൈവത്തിലേക്ക് തിരികെ വരിക, അങ്ങനെ ദൈവത്തിൻ്റെ കൃപാവരം അനുഭവിക്കാനാകുക, അവിടുത്തോടൊപ്പം വസിക്കാൻ സാധിക്കുക, അത് നമുക്ക് പ്രധാനപ്പെട്ടതാണ്. യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ പശ്ചാത്തപിക്കുവിൻ, ദൈവത്തിലേക്ക് തിരികെ വരുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം അവിടെയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ സൗഭാഗ്യവും സന്തോഷവും എല്ലാം അടങ്ങിയിരിക്കുന്നത്. ദൈവത്തിലേക്ക് തിരികെ വരുവാൻ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ആ ശ്രദ്ധേയമായ 3 ഉപമകളുണ്ട്. സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നാണ്, ദ ഗോസ്പൽ ഓഫ് ദ ഗോസ്പൽസ് എന്നാണ് പറയുക ഈ അധ്യായത്തെ. കാരണം യേശുവിൻ്റെ ആഗമനത്തിൻ്റെ ഉദ്ദേശമെല്ലാം ഈ ഒരു അധ്യായത്തിൽ, ഈ 3 കൊച്ചു കഥകളിൽ വളരെ മനോഹരമായി സമന്വയിപ്പിച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള തിരുവചനങ്ങളിൽ ആ സുന്ദരമായ ഉപമ, കാണാതായ നാണയത്തിൻ്റെ ഉപമ നമുക്ക് വായിക്കാനാകും. ഏതു സ്ത്രീയാണ് തനിക്ക് 10 നാണയമുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീടടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം അന്വേഷിക്കാതിരിക്കുക? കണ്ടുകിട്ടുമ്പോൾ തൻ്റെ അയൽവാസികളെ വിളിച്ച് എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുക എന്ന് വിളിച്ചു പറയുമെന്ന് സുവിശേഷം വ്യക്തമാക്കുന്നു. എന്തുകൊണ്ട് ഈ സ്ത്രീ ഇത്രയും വ്യഗ്രതയോടെ ഈ ഒരു കൊച്ചു നാണയം, ഈ 10 നാണയങ്ങളിൽ ഒന്ന് കാണാതെ പോകുമ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് വിളക്ക് കൊളുത്തി ഉത്കണ്ഠയോടെ, ആകുലചിത്തയോടുകൂടി അന്വേഷിച്ച് നടക്കുന്നു? ഒരു പക്ഷേ ചില സുവിശേഷ വ്യാഖ്യാതാവുകളുടെ, സുവിശേഷ പണ്ഡിതന്മാരുടെ ഒരു വ്യാഖ്യാനം നമുക്ക് ശ്രദ്ധേയമാണ്. യഹൂദ പാരമ്പര്യത്തിൽ
അവരുടെ വിവാഹത്തിൻ്റെ അവസരത്തിൽ സ്ത്രീകൾക്ക് പിതൃസ്വത്തിൻ്റെ ഭാഗമായി കൊടുക്കുന്ന നാണയങ്ങൾ ഉണ്ട്. അത് യഹൂദ പാരമ്പര്യത്തിലുള്ള സ്ത്രീകൾ ധരിക്കുന്ന തലമുണ്ടിൽ അല്ലെങ്കിൽ തലപ്പാവിൽ അത് അവർ കൊരുത്തി വയ്ക്കും, ഒരു മാലയിൽ കൊളുത്തിക്കൊണ്ട്. അതിലെ ഓരോ നാണയവും അവർക്ക് വിലപ്പെട്ടതാണ്. അത് വിവാഹത്തിൻ്റെ പ്രതീകം കൂടെയാണ്. നമ്മുടെ നാട്ടിലെ അമ്മമാർ, വിവാഹം കഴിച്ച സഹോദരിമാർ അവരെ കഴുത്തിലണിയുന്ന ആ താലി പോലെ, ആ താലി അവരുടെ വിവാഹ ബന്ധത്തിൻ്റെ, ആ വിവാഹം എന്ന കൂദാശയുടെ പ്രതീകമാണ്. ഇത് ഒരുപക്ഷെ നഷ്ടപ്പെട്ടാൽ അവർക്കുള്ള ആകുല ചിന്തത, വ്യഗ്രത, ഉത്കണ്ഠ, ഒരു ചെറിയ കഷ്ണം സ്വർണം നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഭരണം അവർക്ക് നഷ്ടപ്പെട്ടാൽ ഉള്ള ആകാംക്ഷയേക്കാൾ വലുതാണ്. കാരണം അവരുടെ താലി അവരുടെ വിവാഹത്തിൻ്റെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രതീകം കൂടെയാണ്. അങ്ങനെ യഹൂദ സ്ത്രീകൾ തങ്ങളുടെ തലപ്പാവിലണിയുന്ന ഈ 10 നാണയങ്ങൾ അത് അവരുടെ വിവാഹത്തിൻ്റെ ഒരു പ്രതീകമായി അവർ കാത്തു സൂക്ഷിക്കുമ്പോൾ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ അവർക്ക് ഉത്കണ്ഠയാണ്. എന്തോ എൻ്റെ വിവാഹ ജീവിതത്തിന്, കുടുംബജീവിതത്തിന്, ദാമ്പത്യ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കുമോ എന്നുള്ള വിധത്തിലുള്ള ഒരു ചിന്തയോടെ, ആകുല ചിന്തയോടുകൂടെ അവർ ഈ ഒരു നാണയം കണ്ടുകിട്ടോളം വ്യഗ്രതയോടെ, ആകാംക്ഷയോടെ അന്വേഷിച്ച് നടക്കും. അത് കണ്ടുകിട്ടുമ്പോഴോ അതവർക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. അതാണ് ഇത്രയും വലിയ ആഹ്ലാദം, ഉത്സവാഘോഷം. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപാവരത്തിൽ നിന്ന്, അവിടുത്തെ സ്നേഹ സാമീപ്യത്തിൽ നിന്ന്, ആ സ്നേഹവലയത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഇപ്രകാരമാണ് സംഭവിക്കുക. തിരിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ ആഹ്ലാദമുണ്ടാകുന്നു, ഉത്സവാഘോഷം നടക്കുന്നു. അത് നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാനാകും. ദൈവത്തോടൊപ്പം വസിക്കുക. നാം ഈ വിചിന്തനം ആരംഭിച്ചത് യോഹന്നാന്റെ സുവിശേഷം ഈ 15-ാം അധ്യായത്തിലെ ഭാഗം വായിച്ചുകൊണ്ടാണ്. ആരെന്നിൽ വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു, കർത്താവ് പറയുന്നു. ഈ ഒരു ഖണ്ഡികയിൽ, ഈ ഒരു ചെറിയ പാരഗ്രാഫിൽ എത്രയോ പ്രാവശ്യം ഈ വസിക്കുക എന്ന പദം ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷകന് ഈ പദം നമുക്ക് പല ആവർത്തി നൽകുന്നതിലൂടെ ഒരു വ്യക്തമായ സന്ദേശം നൽകുവാൻ കൂടെയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഈ വസിക്കുക എന്ന പദത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം മെനെയിൻ എന്നാണ്. ഈ മെനെയിൽ നിന്നുള്ള പദത്തിൽ നിന്നാണ് പല ഇംഗ്ലീഷ് ബൈബിളുകളിലും തർജ്ജമ ചെയ്തിട്ടുള്ള മെനെയിൻ എന്ന വാക്ക് വരിക, റിമെയിൻ എന്ന വാക്ക് വരിക. ഈ മെനെയിൽ നിന്നുള്ള റൂട്ടിൽ നിന്നാണ്. ഈ വാക്കിന് ഗ്രീക്കിൽ 2 വിധത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. സെക്കുലർ ഗ്രീക്കിൽ ഒന്ന്, ഒരു വൃക്ഷത്തിൻ്റെ, ഒരു മരത്തിൻ്റെ ശാഖ അതിൻ്റെ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുകയും അതിനെ വളരുവാൻ, വികസിക്കുവാൻ, പുതിയ തളിരിടുവാൻ, പുഷ്പങ്ങൾ ഉണ്ടാകുവാൻ, കായ്കൾ ഉണ്ടാകുവാൻ, എല്ലാ കാര്യങ്ങളിലും ആ ശാഖ തായ്തണ്ടിനോട് ചേർന്നുകൊണ്ട് തായ്തണ്ടിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ആ ഒരു അവസ്ഥയ്ക്ക് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം മെനെയിൻ എന്നാണ്. ഒരു ശാഖ തായ്തണ്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് അത് വളരുവാൻ, പുതിയ തളിരിടുവാൻ, പൂക്കളുണ്ടാകുവാൻ, കായ്കളുണ്ടാകുവാൻ, എല്ലാ കാര്യങ്ങളും ഈ തായ്തണ്ടിൽ നിന്ന് സ്വീകരിക്കുന്നതിന് മെനെയിൻ എന്ന പദം ഉപയോഗിക്കുന്നു. സുവിശേഷകൻ ഈ ഒരു പദം 15-ാം അധ്യായത്തിൽ ആദ്യ പാരഗ്രാഫിൽ ആവർത്തിച്ച് പറയുന്നതിൻ്റെ ആന്തരികാർത്ഥം ഒരുപക്ഷേ എപ്രകാരം ഒരു ശാഖ അതിൻ്റെ തായ്തണ്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് വളരുവാൻ, വികസിക്കുവാൻ, പുതിയ പൂക്കളും തളിരുകളും കായ്കളും വരുവാൻ പരിപൂർണമായി ആശ്രയിക്കുന്നുവോ, ഇതുപോലെ നാം ഓരോരുത്തരും യേശുവിനെ ആശ്രയിക്കണം, യേശുവിൽ വസിക്കണം. അതൊരു യൂണിയൻ, കമ്മ്യൂണിയനാണ്, ടോട്ടൽ യൂണിയൻ. അങ്ങനെ യേശുവുമായി ചേർന്നുകൊണ്ട് നാം വളരണം, നമുക്ക് അഭിവൃദ്ധി പ്രാപിക്കണം, നമുക്ക് ജീവനുണ്ടാകണം, സമൃദ്ധമായി ഉണ്ടാകണം. ഗ്രീക്കിൽ ഇമെനെയിൻ എന്ന പദം
മറ്റൊരു പശ്ചാത്തലത്തിൽ, മറ്റൊരു കോണ്ടെക്സ്റ്റിൽ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു മാതാവിൻ്റെ ഉദരത്തിൽ വളരുന്ന ആ ശിശു, അതിൻ്റെ ജീവൻ്റെ ആദ്യത്തെ ആ നിമിഷം മുതൽ സാവധാനം പൂർണ്ണ വളർച്ചയായി വരുന്ന ഒരു കുഞ്ഞ് ശിശുവായി തീരുന്നതുവരെ എല്ലാ കാര്യത്തിലും ആശ്രയിക്കുക. അതിൻ്റെ ശാരീരികമായ വളർച്ചയ്ക്ക് മാത്രമല്ല, മാനസികമായ വളർച്ചയ്ക്ക് പോലും ആശ്രയിക്കുക ആ മാതാവിൽ നിന്നാണ്. അപ്പം എപ്രകാരം ഒരു ഗർഭസ്ഥ ശിശു അതിൻ്റെ വളർച്ചയ്ക്ക്, വികാസത്തിന് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞായി തീരുന്നതിന് അതിനമ്മയെ പരിപൂർണമായി ആശ്രയിക്കുന്നു. അതിന് മെനെയിൻ എന്നാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുക. ഇതുപോലെ തന്നെ നാം ഓരോരുത്തരും നമ്മുടെ നാഥനും നേതാവുമായ ക്രിസ്തുവിൽ യോജിച്ചു നിൽക്കണം, വസിക്കണം. അപ്പോൾ നമുക്ക് കരുത്തുണ്ടാവും, നമ്മുടെ ജീവിതത്തിലേക്ക് കൃപകൾ കടന്നു വരും, നമുക്ക് ജീവൻ ഉണ്ടാകും, ആ ജീവൻ സമൃദ്ധമായി വരും. നമ്മുടെയും ജീവൻ കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ, ജീവിതത്തിൽ പുതിയ തളിരും കായ്കളും പൂക്കളും വളർന്നു വരണമെങ്കിൽ യേശുവുമായി ഞാൻ യോജിച്ചു നിൽക്കണം, യേശുവിൽ വസിക്കണം. ഈ ഒരു യൂണിയൻ പൂർണ്ണമാകണം. ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ കർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോൾ എനിക്ക് നഷ്ടമാകുക ഈ ജീവനാണ്, ഈ സമൃദ്ധമായ കൃപയാണ്. ലൂക്കായുടെ സുവിശേഷം 19 അധ്യായത്തിൽ സഖ്യയൂസിൻ്റെ കഥ വിവരിക്കുന്നുണ്ട്. സഖ്യയൂസിൻ്റെ ആഗ്രഹം ഒന്നു മാത്രമായിരുന്നു, എൻ്റെ നാഥനെ, എൻ്റെ രക്ഷകനെ ഒന്ന് കാണുക. അതുകൊണ്ടാണ് മധ്യവയസ്കനായ മനുഷ്യൻ, പൊക്കം കുറഞ്ഞ ആ മനുഷ്യൻ സിക്കമോർ മരത്തിൽ കയറി ഇരിക്കുക. അതിൻ്റെ കൊമ്പിൽ ഇരുന്ന് ക്രിസ്തുവിനൊന്ന് കാണണം. പൂ ചോദിച്ചാൽ പൂന്തോട്ടം കൊടുക്കുന്ന ദൈവം ഇവന് കൃപ പകർന്നു കൊടുക്കുകയാണ്. സിക്കമോർ മരത്തിൻ്റെ ചോട്ടിൽ വന്ന് കർത്താവ് പറയുന്നു, സഖ്യവൂസ് ഇറങ്ങി വരിക, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ വരുന്നു. അത് ആ മനുഷ്യൻ്റെ പരിവർത്തനത്തിൻ്റെ തുടക്കമായിരുന്നു, ജീവിതത്തിൻ്റെ മാറ്റത്തിൻ്റെ ആരംഭമായിരുന്നു. ആ മനുഷ്യൻ ജീവിതത്തിൽ പുതിയ കൃപ കണ്ടെത്തുകയാണ്. ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു പുതിയ മനുഷ്യനായി ആ സഖ്യവൂസ് മാറുകയാണ്. ഇതുപോലുള്ള ഒരു മാറ്റം, ഇതുപോലുള്ള ഒരു ജീവിത പരിവർത്തനം സംഭവിച്ച് നാമും യേശുവിനെ നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, നാം യേശുവുമായി ഒരുമിച്ച് വസിക്കുമ്പോൾ ജീവിതത്തിന് മാറ്റമുണ്ടാകുന്നു. പലപ്പോഴും ബലഹീനരാണ് നാം. റോമാക്കാർക്ക് എഴുതിയ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ അപ്പോസ്തലൻ തൻ്റെ അനുഭവം വിവരിക്കുന്നുണ്ട്. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നത്, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നുവെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7 അധ്യായം 20 പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതം അപഗ്രഥിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നു. ശരിയാണ്, നാം ഓരോരുത്തരും ബലഹീനരാണ്. എപ്പോഴും തിന്മയിലേക്ക് വഴുതി വീഴുവാനുള്ള പ്രവണത നമ്മിലുണ്ട്. എന്നാൽ ദൈവം നമ്മോട് ആഗ്രഹിക്കുക എന്നും ആയി തിരിച്ചുവരവിന് വേണ്ടിയാണ്. നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്, യാത്ര ചെയ്യുമ്പോൾ, ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ വാഹനത്തിൻ്റെ മുൻപിൽ ആ റെയിൻ ഗാർഡ് അപ്രകാരം പ്രവർത്തിക്കും. കാരണം മുന്നോട്ടുള്ള യാത്രയിൽ, പ്രയാണത്തിൽ കാഴ്ച ശരിയാകണമെങ്കിൽ ഒരു തടസ്സവും ഒരു ബ്ലോക്കും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെയും ജീവിതത്തിൽ ഇപ്രകാരം ദൈവവും ഞാനുമായുള്ള ആ ബന്ധത്തിൽ, ദൈവത്തെ ദർശിക്കുവാൻ വേണ്ടിയുള്ള ആ എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒന്നും വിഘാതമായി നിലകൊള്ളുവാൻ പാടില്ല. എന്നും എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, സുഗമമായ യാത്രയിൽ
ദൈവത്തിൻ്റെ സാന്നിധ്യം ദർശിക്കുവാനാകണം. അവിടുത്തെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നാം കൂടുതലായി കരുത്തും കൃപയും അനുഭവിക്കാനാകുക. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ അതിസുന്ദരമായ ആ കഥ, ധൂർത്തപുത്രൻ്റെ ഉപമ. ആ മനുഷ്യൻ സ്വന്തം ഓഹരിയും വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോവുകയാണ്. അവസാനം ഭക്ഷിക്കുവാൻ പോലും വകയില്ലാതെ കഷ്ടപ്പാടിൻ്റെ ദിവസങ്ങൾ. അവന് സുബോധമുണ്ടായി. അപ്രകാരമാണ് സുവിശേഷം വ്യക്തമാക്കുക. അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അമൂല്യമായ സുന്ദര നിമിഷം, ഏറ്റവും അനർഘമായ മുഹൂർത്തം. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസന്മാരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അങ്ങനെ ആ മകൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ ചെല്ലുമ്പോൾ ഒരു ചോദ്യവും ചോദിക്കാതെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് ഭവനത്തിലേക്ക് സ്വീകരിക്കുകയാണ്. ഇതുതന്നെയായിരിക്കണം നമ്മുടെയും അനുഭവം. ദൈവപിതാവിൻ്റെ സ്നേഹവലയത്തിലായിരിക്കുവാൻ, അവിടുത്തെ കൃപാകടാക്ഷം എന്നും അനുഭവിക്കുവാൻ നമുക്കും യോഗ്യതയുണ്ടാകണം. കാരണം ദൈവത്തോടൊപ്പം വസിക്കുമ്പോൾ, അവിടുത്തെ സ്നേഹവലയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യമുണ്ട്, സൗന്ദര്യമുണ്ട്. അതാണ് മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അഭികാമ്യം. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തോടൊപ്പം വസിക്കാം. അങ്ങനെ ജീവിതത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുവാൻ, ജീവിതം കൂടുതൽ മനോഹരമാക്കുവാൻ, ഐശ്വര്യപ്രദമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങളിൽ വർഷിക്കണമേ. അങ്ങയുടെ സ്നേഹവും കാരുണ്യവും ഞങ്ങളിലേക്ക് പകരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ പോരായ്മകളെല്ലാം മറന്നുകൊണ്ട്, മാറ്റിക്കൊണ്ട് അങ്ങയുടെ സ്നേഹവലയത്തിലായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടൊപ്പം വസിക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതം കൂടുതൽ ഐശ്വര്യപ്രദമാക്കുവാൻ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.